ഇറാനിലെ ഭാരതീയർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യൻ എംബസി. ഇറാനിനുള്ളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണം. ടെഹ്റാനിലെ എംബസിയുമായി നിരന്തരം ആശയവിനിമയം നടത്താനും സ്ഥിതിഗതികൾ അറിയിക്കാനും നിർദ്ദേശമുണ്ട്. ഇതിനായി ഹെൽപ്പ് ലൈൻ നമ്പറുകളും ടെലിഗ്രാം ലിങ്കും എംബസി പ്രസിദ്ധീകരിച്ചു. പുതിയ അറിയിപ്പിനായി എംബസിയുടെ സമൂഹമാധ്യമ പേജുകൾ പിന്തുടരാനും ഭാരതീയരോട് എംബസി ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്തത് ഭാരതം പാകിസ്ഥാനെതിരെ പ്രയോഗിച്ച ആയുധങ്ങളും രാജ്യത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനവുമാണ്. ആത്മനിർഭർ ഭാരതിൻ്റെ നേർക്കാഴ്ചയായി തദ്ദേശീയമായി നിർമ്മിച്ചവയും. ഈ ശ്രേണിയിലേക്ക് തലയെടുപ്പോടെ ചേരുകയാണ് ഹൈബ്രിഡ് ഡ്രോണായ രുദ്രാസ്ത്രം. നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആധുനിക ഡ്രോൺ. കഴിഞ്ഞ 11-ന് പൊഖ്രാൻ സാക്ഷ്യം വഹിച്ചത് രാജ്യത്തിൻ്റെ പ്രതിരോധ കരുത്തിൻ്റെ പുതിയ മുഖമാണ്. 50 കിലോമീറ്റർ അകലെയുള്ള ശത്രുതാവളത്തെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള ഹൈബ്രിഡ് ഡ്രോണായ രുദ്രാസ്ത്ര സൈന്യം പരീക്ഷിച്ചത് ഇവിടെയാണ്. പ്രതിരോധ നിർമ്മാണത്തിൽ രാജ്യം സ്വയം പര്യാപ്തത നേടുന്നതിൻ്റെ ഉദാഹരണം കൂടിയാണിത്. സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡാണ് ഇത് വികസിപ്പിച്ചത്. എല്ലാ മാനദണ്ഡങ്ങളും പരീക്ഷണവേളയിൽ രുദ്രാസ്ത്ര വിജയകരമായി മറികടന്നു. പൊക്രാനിൽ 50 കിലോമീറ്റർ ദൂരത്തിലെത്തി കൃത്യം നടത്തിയ ശേഷം രുദ്രാസ്ത്ര തിരികെ വന്നു. ഏത് പ്രതലത്തിൽ നിന്നും ഉപയോഗിക്കാൻ കഴിയുന്ന ഇവയ്ക്ക് പ്രത്യേകം റൺവേയുടെ ആവശ്യമില്ല. 170 കിലോമീറ്റർ ദൂരം വരെ പറക്കാനാകും. 1.5 മണിക്കൂർ നേരം ആകാശത്ത് നിർത്താതെ പറക്കും. ആകാശത്ത് തന്നെ പൊട്ടിത്തെറി നടത്താനുമാകും. ശത്രുക്കളുടെ വാഹനങ്ങൾ, ആയുധങ്ങൾ എന്നിവയ്ക്കൊപ്പം ശത്രുക്കളെ തന്നെയും സ്ഫോടക വസ്തുക്കൾ നിറച്ച ഇവയുടെ വാർഹെഡ് ലക്ഷ്യം വയ്ക്കും. അതായത് യുദ്ധങ്ങളിൽ ശത്രുരാജ്യത്തെ പട്ടാളക്കാരെ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ രുദ്രാസ്ത്രയ്ക്ക് ആകും. ഭൂപരപ്പിൽ നിന്ന് 2000 മുതൽ 3500 മീറ്റർ വരെ ഉയരത്തിൽ നിന്നാണ് ഇത് പ്രയോഗിക്കുക. പരീക്ഷണം വിജയകരമായതോടെ അധികം വൈകാതെ സൈന്യത്തിൽ ഈ ഡ്രോണുകൾ ഉൾപ്പെടുത്തും. ഓപ്പറേഷൻ സിന്ദൂറിൽ സൈന്യം ഉപയോഗിച്ച നാഗാസ്ത്ര എന്ന ഡ്രോണുകൾ നിർമ്മിച്ചതും സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡാണ്. ഡ്രോണിൻ്റെ പേരിന് പിന്നിലുമുണ്ട് കാര്യം. കൂട്ടനശീകരണ ശേഷിയുള്ള പരമശിവൻ്റെ ആയുധമാണ് രുദ്രാസ്ത്ര. നാഷണൽ ഡെസ്ക്, ജനം.